പാലക്കാട് നെന്മാറയിൽ ജാമ്യത്തിലിറങ്ങിയ കൊലക്കേസ് പ്രതി അയൽവാസികളെ വെട്ടിക്കൊന്നു. പാലക്കാട് പോത്തുണ്ടി സ്വദേശി സുധാകരൻ, മാതാവ് ലക്ഷ്മി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയതായിരുന്നു ചെന്താമര. പ്രതി ചെന്താമരയ്ക്കായി നെന്മാറ പോലീസ് അന്വേഷണം വിപുലമാക്കി. പോലീസ് 20 സംഘമായി തിരച്ചിൽ നടത്തുന്നു. പ്രതി നെല്ലിയാമ്പതി മലനിരയിലേക്ക് കയറിയതായി നെന്മാറ MLA കെ ബാബു പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, നെന്മാറയിലാണ് ഇരട്ടക്കൊല നടന്നിരിക്കുന്നത്. കൊലക്കേസ് പ്രതി തന്നെയാണ്. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ കൊല ചെയ്ത സുധാകരന്റെ ഭാര്യയെ കൊന്നതിന്റെ കേസ് പേരിലാണ് ആദ്യം ചെന്താമര പ്രതിയാകുന്നത് കൊലക്കേസിൽ. തുടർന്നു വന്ന് ഈ രണ്ടുപേരെയും, അയൽവാസികളായ രണ്ടുപേരെയും വെട്ടിക്കൊല്ലുകയായിരുന്നു. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ചെന്താമരയ്ക്കായി. എന്താണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്? പോത്തുണ്ടി സ്വദേശി സുധാകരന്റെ മാതാവ് ലക്ഷ്മി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ തന്നെ അയൽവാസിയായ ചെന്താമരയാണ് ഈ കൊലപാതകം നടത്തിയത്. ഇരുവരെയും ആക്രമിച്ച ശേഷം ചെന്താമര ഒളിവിൽ പോവുകയായിരുന്നു. ഈ അടുത്ത വീട്ടുകാർ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് 2019 സുധാകരന്റെ ഭാര്യ സജിതയെ ഈ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു. ഈ കേസിന്റെ വിചാരണ അടുത്ത മാസം തുടങ്ങാനിരിക്കെയാണ് ചെന്താമര കഴിഞ്ഞ ദിവസം ജാമ്യത്തിലിറങ്ങിയത്. ആ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര പിന്നീട് ഈ സജിതയുടെ ഭർത്താവായ സുധാകരനെയും ഭർത്താവിന്റെ അമ്മയായ ലക്ഷ്മിയെയും കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ഇയാൾ നെല്ലിയാമ്പതി മലനിരകളിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. 20 സംഘമായി തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നെല്ലിയാമ്പതി മലനിരകൾ കേന്ദ്രീകരിച്ച് പോലീസിന്റെ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം പ്രതിയെ പിടികൂടാനാവുമെന്നുള്ളതാണ് നെന്മാറ MLA കെ ബാബു ഉൾപ്പെടെ അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. ഏതായാലും ഒരു നാടിനെ നടുക്കിയ കൊലപാതകം എന്ന് വേണം പറയാൻ. നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത് ഇയാളൊരു സൈക്കോ ക്യാരക്ടറാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇയാൾ പലരോടും പലതരത്തിൽ സ്വഭാവ വൈകൃതങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പരോളിൽ ഇറങ്ങിയതിനു ശേഷം നാട്ടുകാരോടൊക്കെ നല്ല നിലയിലായിരുന്നു സംസാരിച്ചിരുന്നത്. താൻ ചെയ്തു പോയത് തെറ്റായി, ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല എന്നൊക്കെ തരത്തിലായിരുന്നു നാട്ടുകാരോട് പ്രതികരിക്കുന്നത്. പക്ഷെ പിന്നീടാണ് ഇയാൾ ഇത്തരത്തിൽ കൃത്യമായി തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് ആ വൈരാഗ്യം, സജിതയെ കൊലപ്പെടുത്തിയത് സാക്ഷികളായിരുന്നു ഭർത്താവ് സുധാകരനും അതുപോലെ തന്നെ അമ്മ ലക്ഷ്മിയും. അതിന്റെ വൈരാഗ്യമാണ് തീർത്തത് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ഈ മരിച്ച സുധാകരന് 2 കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ മരിച്ച ഈ രണ്ടുപേരുടെയും മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടക്കും. പോസ്റ്റ്മോർട്ടം ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതേസമയം തന്നെ പ്രതിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. നെല്ലിയാമ്പതി മലനിരകളിലേക്ക് കടന്നിരിക്കുന്ന പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടി 20 സംഘമായി തിരിഞ്ഞുകൊണ്ട് പോലീസ് അന്വേഷണം നടത്തുകയാണ്. ശരി, അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.